അബ്രഹാമിന് 75 വയസ്സായപ്പോൾ കർത്താവ് ഒരു വാഗ്ദാനം നൽകി. ഏകദേശം 24 വർഷം അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറും എന്നതിനെ സൂചിപ്പിക്കുന്ന യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. എങ്കിലും എന്ത് സംഭവിച്ചാലും വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിശ്വസിച്ച് അബ്രാഹാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. ധൈര്യതിരതിയാത് എഴുതിയിരിക്കുന്നത് പോലെ നിനക്ക് ഞാൻ അനേകം ജാതികളുടെ പിതാവാക്കിയിരിക്കുന്നു. അവൻ വിശ്വസിച്ച ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മരിച്ചവർക്ക് ജീവൻ നൽകുകയും ഇല്ലാത്തവയെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവൻ. റോമർ 4:17. അബ്രഹാമിന് 100 വയസ്സായപ്പോൾ അവന്റെ ശരീരം മരിച്ചതുപോലെയായിരുന്നു, സാറയുടെ ഗർഭവും മരിച്ചതായിരുന്നു. ആ നിലയിൽ ഒരു കുട്ടി ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതായപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനേകം ജാതികളുടെ പിതാവാക്കിയിരിക്കുന്നു. ദൈവം ഈ വാഗ്ദാനം നൽകി അതിനൊരു ഉടമ്പടിയായി ഉറപ്പിച്ചു. എന്നെക്കുറിച്ച് പറയുമ്പോൾ ഇത് എന്റെ ഉടമ്പടി നിനക്കൊപ്പമാണ്. നീ അനേകം ജാതികളുടെ പിതാവായിരിക്കും. ഇനി മുതൽ നിന്റെ പേര് അബ്രാം എന്ന് വിളിക്കരുത്, നിന്റെ പേര് അബ്രഹാം ആയിരിക്കും. കാരണം ഞാൻ നിന്നെ അനേകം ജാതികളുടെ പിതാവാക്കിയിരിക്കുന്നു. ഞാൻ നിന്നെ അത്യന്തം ഫലപ്രദനാക്കും. നിന്നിൽ നിന്ന് ജാതികളുണ്ടാകും, രാജാക്കന്മാർ നിന്നിൽ നിന്ന് പുറപ്പെടും. ഞാനും നീയും നിന്റെ സന്തതികളും അവരുടെ തലമുറകളിൽ എന്നേക്കുള്ളൊരു ഉടമ്പടിയായി ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കാനായി എന്റെ ഉടമ്പടി സ്ഥാപിക്കും. നിനക്കും നിന്റെ സന്തതികൾക്കും നീ അന്യനായിരിക്കുന്ന ദേശം, മുഴുവൻ കനാൻ ദേശം എന്നേക്കുള്ള അവകാശമായി ഞാൻ നൽകുന്നു. ഞാൻ അവരുടെ ദൈവമായിരിക്കും. ഉൽപ്പത്തി 17 വാക്യങ്ങൾ 4 മുതൽ 8 വരെ. പ്രതീക്ഷിക്കാനൊരു കാരണമില്ലാത്തപ്പോഴും അബ്രഹാമും സാറയും പ്രതീക്ഷയിൽ വിശ്വസിച്ചു. അവർക്ക് കാരണം വാഗ്ദാനം നൽകിയ ദൈവം വിശ്വസ്തനാണെന്ന് അവർ വിശ്വസിച്ചതുകൊണ്ടാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ മാറ്റം വരുത്തില്ല, അത് നിർബന്ധമായി നടപ്പാകുമെന്ന് അവർ വിശ്വസിച്ചു. അവൻ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അവിശ്വാസം മൂലം തളർന്നില്ല. വിശ്വാസത്തിൽ ശക്തനായി ദൈവത്തിന് മഹത്വം നൽകി. അവൻ വാഗ്ദാനം ചെയ്തത് നിർവഹിക്കാൻ കഴിയുന്നവനാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. റോമർ 4 വാക്യങ്ങൾ 20 മുതൽ 21. വിശ്വാസം കൊണ്ട് തന്നെ സാറയ്ക്കും ഗർഭം ധരിക്കാൻ ശക്തി ലഭിച്ചു. അവൾ പ്രായം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. കാരണം വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് അവൾ വിശ്വസിച്ചു. ഹീബ്രായർ 11 വാക്യം 11. കർത്താവ് അബ്രഹാമിന് വാഗ്ദാനം നൽകിയപ്പോൾ അവൻ 75 വയസ്സായിരുന്നു, ഏകദേശം 24 വർഷത്തേക്ക്. ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറുമെന്നതിനെ സൂചിപ്പിക്കുന്ന സാഹചര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഒന്നുമില്ലായിരുന്നു. എന്ത് സംഭവിച്ചാലും വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിശ്വസിച്ച് അബ്രഹാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം വെച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന സാഹചര്യങ്ങളെ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ സ്ഥിതി മാറാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് തോന്നുമ്പോഴും ദൈവത്തിൽ വിശ്വാസം നിലനിർത്തണം. ദൈവവചനത്തിലും അവൻ നമുക്ക് നൽകിയ വാഗ്ദാനങ്ങളിലും തന്നെയാണ് നമ്മുടെ പ്രത്യാശ ഉണ്ടാകേണ്ടത്. നമ്മുടെ പ്രത്യാശയുടെ അംഗീകാരം ഉറപ്പോടെ കുനിച്ചെടുക്കാം, തനിയാതെ. കാരണം വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തരോട്. ഹീബ്രായർ 10 വാക്യം 23. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ. ആമേൻ.